നമുക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എൻ്റെ മോനുണ്ടാ ഇപ്പം എന്നെ കൂട്ടുന്നുണ്ടേ. ഇനി നോക്കണം എല്ലാ കാര്യങ്ങളും. നമുക്കത് ഇറങ്ങിയിരിക്കുകയാണ്. ബ്രെഡ് ഉണ്ട്, നാളെ രാവിലത്തേക്ക് ബ്രെഡ്. ഇത് വേണമെന്നില്ല, അങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു യാത്രയാണിത്, നേത്രാവതിയിലേക്കുള്ള യാത്ര. ഒരിക്കൽ ജാബി ചോദിച്ചു നേത്രാവതി പോകുന്നു ചോദിച്ചു. അങ്ങനെ എല്ലാവരും റെഡിയായി അങ്ങ് പോയതാണ്. വൈകുന്നേരം 5:30 ബാംഗ്ലൂർ. അങ്ങനെ ഒറ്റ മൈൻഡ് ഒരു യാത്ര നേത്രാവതിയിലേക്ക്. നേത്രാവതി മംഗളൂരു ഡിസ്ട്രിക്റ്റിലെ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് നേത്രാവതി. നമ്മൾ നെലമംഗല ടോൾ പ്ലാസൻ്റെ അടുത്തെത്തി. ഒക്കെ ചായ കുടിച്ചു. ഇപ്പോൾ നേത്രാവതി ട്രക്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഹാസൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഹാസനിലൊരു മഹാരാജ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി. ഇതാ വൻ മെനു. ഇതാ ബോസ് ഇതാ ഇപ്പോൾ സാധനം കൊണ്ടുവരും. ഏതാ ഫുഡ്, ഏതാ സ്ഥലം, മനസ്സിലാക്കുന്ന അടിപൊളി. നമുക്ക് കണ്ടാൽ തന്നെ ബാംഗ്ലൂർ കിട്ടും ഇത്ര നല്ല സ്ഥലം. ആംബിയൻസ് നോക്കുക, മേലെ നോക്കുന്നത്. ഏതാ മോനെ തന്നിരിക്കുക, മനസ്സിലാക്കില്ല, എൻജോയ് ചെയ്യുന്ന ദാവുക്കതാ ചിക്കമംഗ്ലൂർ. അപ്പോൾ നമ്മളെ ഫുഡ് കഴിഞ്ഞു. ഇത് ലൈവ് മഹാരാജ തണ്ടൂറി പാലസ്. അപ്പോൾ ഇനി 2 മണിക്കൂർ 2.5 മണിക്കൂർ കൂടി ഓടാൻ. സമയം പുലർച്ചെ 2 മണി. നമ്മളങ്ങനെ റൂമിലെത്തി. കലസ് 8 കിലോമീറ്റർ ഇങ്ങുള്ള വിശാലമായ റൂമാണ്. നമ്മൾ എടുത്ത പൈസ നോക്കിയില്ല, പൈസ എറിഞ്ഞു. പൈസ എറിഞ്ഞു. വിശാലമായ റൂമാണ് നമ്മൾ നോക്കിയത്. നല്ല മഴ, നല്ല കാലാവസ്ഥ, ഒത്ത തണുപ്പ്. റോഡ് കുറച്ച് മോശമായിട്ട് ചില സ്ഥലങ്ങളിൽ. സൂപ്പർ. നാളെ 9 മണിക്ക് നമ്മൾ ജീപ്പത്തും ഓഫ് റോഡ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 15 കിലോമീറ്റർ. അങ്ങനെ നമ്മളെ ട്രക്കിങ് തുടങ്ങാണ്. 8:30 മണിക്ക് 8:30 മണിക്ക് നമ്മൾ റെഡിയായി. ഓക്കെ, കോട വന്നത് ഇനി വേഗം പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ നേത്രാവതി കുതിരമുക്ക് ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ ഇവിടെ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഭാഗത്ത് തന്നെ എന്താക്കണം, നമ്മൾ ഫുഡ് കഴിച്ച് രാവിലത്തെ ഫുഡ് കഴിച്ച് ഉച്ചക്കത്തെ ഫുഡ് ഇവിടുന്ന് കരുതണം. നല്ല സാധനം കിട്ടും, പക്ഷേ നല്ല റേറ്റ് ആയിരിക്കും. ഇവിടെ തന്നെ ഇതായിക്കാൻ നല്ല കിട്ടും എന്നാണ് പറയപ്പെടുന്നത്, അറിയില്ല. ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്നാണ്. ഓക്കെ, ഇത് നമ്മൾ നിന്ന് റൂം. ഓക്കെ ഇല്ല, ഓക്കെ റൂം സെയിം സാധനം. മറ്റേ എന്താ ഇതാ ദോശ, ഇത് മസാല ദോശ, തട്ട് ദോശ. തട്ടിക്കല്ല ചൂണ്ട. ഇത് ചായ വേണേ. ഓക്കെ, ഇതാ നമ്മളെ ബോസ്. അച്ചാറ ഇത് ഞാൻ തട്ട് ദോശ. എന്തോ രാജമ്മ എത്തിണ്ടെന്ന് എനിക്കല്ലോ ഇവിടെ. അല്ല ചിത്രാഞ്ജലിയാ. നമ്മൾ അച്ചുബായിന്റെ കൂടെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെറ്റല്ല. ഓക്കെ, മനോഹരമായ യാത്ര. വാഗമല്ല ഞാൻ ഈ ലാസ്റ്റ് ആയിട്ട് നല്ല ഓഫ്-റോഡ് പോയത്. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല ക്ലൈമറ്റ് ആണ്. അധികമായല്ല, ചാറ്റം പോയാണ്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ്, കാര്യങ്ങളൊക്കെ നല്ല വ്യൂ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയ ട്രക്കിംഗ് ആണ് നേത്രാവതി, പക്ഷെ നല്ല വ്യൂ ആണ്. അതിന് വലിയ ട്രക്കിംഗ് ആണ് കുതിരമുക്കിന്റെ അർത്ഥം കുതിരയുടെ മുഖത്തിന്റെ ഒരു സാമ്യതയുള്ള ഒരു സ്ഥലമാണ് കാണുന്നത്. അത് അല്ല, അതിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് കാണുന്നത് എനിക്ക് അതുപോലെ ആക്കണം. അങ്ങനെ ബേസിക്ക് തുടങ്ങില്ല ഓഫ് റോഡ് ഫുഡ് പ്രൈവറ്റ് വെഹിക്കിൾ അവിടെ വരെ ഇപ്പം നേരെ കണ്ട താഴെ വരെ പ്രൈവറ്റ് വെഹിക്കിൾ. ഇവിടുന്ന് 4 വീലർ വിടും, 2 വീലർ വിടും. ബുള്ളറ്റ് പോകാം, ബൈക്ക് പോകാം.
കൊണ്ട് ഇവിടെ ഓടിക്കാനാവില്ല. അത് ഞങ്ങളുടെ പണി പറഞ്ഞു കുട്ടി റോഡ് ഉണ്ടായിരുന്നു. റോഡ് എന്തായാലും ഒഴിച്ചു പോയത്. അത് സൈഡ് കൊടുത്തോട്ടെ. ബൈക്ക് കൊണ്ട് ഇപ്പം വരാൻ പറ്റില്ല. അതൊന്നും തിരക്കില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും. കൂടുതൽ കൂടുക ഒരു എക്സ്പീരിയൻസ് വന്നല്ലേ. വണ്ടി പഠിച്ച ജീപ്പിലാ ഡ്രൈവിംഗ് പഠിച്ചത് എങ്ങനെ? ആ ജീപ്പിലാ ജീപ്പല്ല. ഓ അങ്ങനെ കയറി ഒരു 5 കിലോമീറ്റർ ഓഫ് റോഡ്. ചളി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബൈക്ക് കൊണ്ട് ഒന്നും കൊണ്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. മഴ സീസണ് കമ്മത്തുപ്പ. ഈ 5 കിലോമീറ്റർ നടക്കാൻ ഇവിടം വരെയാണ് വണ്ടി വരുന്ന സ്ഥലം. ഗൈഡിനെ കൂടണം. ഒരു ഗൈഡിനെ കൂട്ടിയാൽ ഒരു ഗൈഡിന് 10 പേര് അങ്ങനെ പോകണം. ഓക്കെ മേലോട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് അങ്ങോട്ടേക്ക് വിടില്ല. എന്താ ബിസ്ക്കറ്റിൻ്റെ തോടെന്താക്കുക ഇവിടെ ഇടുക, പേപ്പറിലാക്കിയിട്ട് ബാഗിലാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ചെയ്യുന്നത്. കമ്പനി എന്താ ബിസ്ക്കറ്റ് നമ്മളെ കയ്യിലാ നല്ല ഫോട്ടോ എടുക്കുന്ന ആളോ ഗൈഡാക്കി. നല്ല ഫോട്ടോ എടുക്കുന്ന ആളാ. അത് നിങ്ങളെ പേര് ജയനന്ദ. ജയനന്ദൻ്റെ ടീമിൽ നമ്മൾ പോകുന്നുണ്ട്. നമ്മളെ ട്രക്കിംഗ് ലീഡറായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത് ജാമിനാണ്. ഓക്കെ, ഈ ജാമി പറഞ്ഞത് ഈ ട്രക്കിംഗ് സക്സസ് ആണെങ്കിൽ വൻ എന്താ പറയുക, ഇപ്പം പ്രഖ്യാപിക്കുന്നില്ല എങ്ങോട്ടാണല്ലോ അല്ല, വൻ പ്രഖ്യാപനം ഉണ്ടാവും ഇൻഷാ അല്ലാ. അത് ആരും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്തേക്ക്. ഇതെല്ലാം ചെറുത്. ആ ദാവൂക്ക കഴിഞ്ഞില്ല. സിറാക്ക് എടുത്തു. സിറാക്ക് എന്താ കളിക്കുന്നേ? എന്താ വിഷയം? ആ സിറാക്ക് എന്താ പ്രശ്നം? വിഷയം പറ. എന്താണ്ട ആ ಎಣ್ಣೆ ಇಡಬೇಕು. ತೆಲ್ವಿ ಪ್ಲಾಸ್ಟಿಕ್ ತಗೊಂಡೋಗಂಗಿಲ್ಲ ಅಂತೆ. ಬಿಸ್ಕಿಟ್ ಬೇಕಾದ್ರೆ ಬೇರೆ ಪ್ಲಾಸ್ಟಿಕ್ ಇದು ಪೇಪರ್ ಕವರ್ ತಗೊಂಡೋಗ್ಬೋದು. ಪೇಪರ್ ಕವರಾ? ಅದು ಟಿಫಿನ್ ಪ್ಲಾಸ್ಟಿಕ್ ಕವರ್ ಆಗಿದೆ. ಯಾವ ಪ್ರಕಾರ ಪ್ಲಾಸ್ಟಿಕ್ ಅಲೌಡ್ ಮಾಡಲ್ಲ. ನೀರ್ ಬಾಟಲೇ ಬಿಡಲ್ಲ ಅಂದ್ರು. ನೀರ್ ಕುಡಿದಿಲ್ಲ ಅಂದ್ರೆ ಆಗಲ್ಲ. ಅದೇ ಬಿಡ್ರಿ. ಅದಕ್ಕೆ ಅವ್ರ ಹತ್ರ ಬೇಡ್ಕೊಂಡೆ ಕೊನೆಯಲ್ಲಿ ಕೊಟ್ಬಿಟ್ರು. ಮೇಲೆ ನ್ಯಾಚುರಲ್ ನೀರಿಲ್ಲ ಇಲ್ಲಂತೆ. ഇല്ലത്തെ എവിടെയോ കിടക്കുന്ന ജാബി വെറുതെ നേത്രാവതി ട്രക്കിനെ കുറിച്ച് 3 ദിവസം മുന്നേ പറഞ്ഞ്, അപ്പോൾ പോവാന്നുള്ളത് ഞാനും പറഞ്ഞ്, നമ്മളെ ഹാഫീസ് അപ്പാൻ പറഞ്ഞ്, അതുപോലെ തന്നെ നേത്രാവതി ട്രക്കിങ് സൂപ്പറാണ്. അങ്ങനെ പാവം അവിടെ ജനറൽ സ്റ്റോറിൽ ആയിഷ സ്റ്റോറിൽ നിൽക്കുന്ന ദാവൂക്ക, കണ്ണൂരുള്ള ദാവൂക്ക, ഇരുട്ടിയിലുള്ള മറ്റേ തെലുങ്കന്മാർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന സിറാജിക്ക പെട്ട് ഒരു പണിയിലാണ് നിൽക്കുന്ന ടീമെല്ലാം പെട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട്. പക്ഷേ എങ്കിൽ സൂപ്പർ കേട്ടോ, മോശമില്ല. ഇത് ഫോറസ്റ്റാണ്, ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പെർമിഷൻ വേണം. പെർമിഷൻ എടുത്തതിന് ശേഷം ഗവൺമെൻറ് ഗൈഡും വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകണേ. പെർമിഷന് ഒരാൾക്ക് 500, ഗൈഡിന്
1000 ആണ് ഒരു ടീമിനാണ്, ഗ്രൂപ്പിന്. പിന്നെ ഓഫ് റോഡ് ഒരു വണ്ടിക്ക് 2000 ആണ് ഇവിടെ എക്സ്പെൻസ്. റൂം ഇഷ്ടം പോലെ ഉണ്ട്, മറ്റേ ക്യാമ്പിംഗ് ടൈപ്പ് റൂം വന്നിട്ട്. ഇവിടുത്തെ വിശേഷം. നേത്രാവതിയിലേക്ക് 5 കിലോമീറ്റർ നടക്കാനും കുതിരമുഖം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 12 കിലോമീറ്റർ നടക്കാനുണ്ട്. നേത്രാവതിയാണ് വ്യൂ നല്ലത്. വേറെയും വേറെ പീക്കുകളുണ്ട് നല്ല വ്യൂ ഉള്ള, അത് വേറെ സ്ഥലം. ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു വ്യൂ ആയിരിക്കും. ആ വ്യൂവിലേക്ക് നമ്മൾ കടക്കാൻ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലേ, ദൂരം കാണാൻ പറ്റും. അപ്പോൾ ഫജർ ക്ലബിൻ്റെ ഇൻഷാ അല്ലാ ഇനി അടുത്ത മാസം നമുക്ക് എന്താക്കണം, ഒരു സ്മോൾ ട്രക്കിങ് ആക്കണം ഇൻഷാ അല്ലാ. തായ്പ് സ്ഥലം വന്നിട്ട് ഓക്കെ, അത് വേറെ തന്നെ എക്സ്പീരിയൻസ് കേട്ടോ ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഇത് ഈ ഒരു പീക്കിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. നേത്രാവതി ട്രക്കിംഗ് അല്ലേ നമ്മളിപ്പം പോകുന്നത്? അത് എവിടെ ഉയരം ഇருக்கு ഹൈറ്റ്? 1520 മീറ്റർ. 1520 മീറ്റർ എന്തുണ്ട് ഈ സമുദ്രത്തിൽ നിന്ന് ഹൈറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഈ ഒരു പീക്കിൽ അതാണോ, ആ കാണുന്നതാണോ നമ്മൾ ടോപ്പ്? അവിടേക്കാണ് നമുക്ക് നടക്കണ്ടല്ലേ, ഈ ലെഫ്റ്റ് ഈ പീക്ക്. ഇത് ഓക്കെ 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 ഓക്കെ. ഇത് കൂട മൂടി കിടക്കുന്ന അവിടെയാണ് നമുക്ക് നടന്നെത്തേണ്ടത്. ഓക്കെ, ആ ഇതിലേക്കാണ് നടക്കുന്നത്. 5 കിലോമീറ്റർ എന്താണ് ഇങ്ങനെ നടക്കണം. കൊളുക്കുമല പോയവർക്ക് അതിൻ്റെ ഒരു ഏകദേശം ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് ഏതാ സീസണ് പോകേണ്ടത്? ബെസ്റ്റ് സീസൺ ഇത് മൺസൂൺ സീസൺ ബെസ്റ്റ്. മഴക്കാലത്ത് എന്താക്കണം, ഇവിടെ വന്നു കഴിഞ്ഞാലാണ് കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്നാണ്. മഴക്കാല ബെസ്റ്റ്. ഇത് ക്ലോസ് ചെയ്യാം ആണെങ്കിലും ജനുവരി ആ സമയത്ത് എന്താവും, ഈ ഇതൊക്കെ ഫുൾ ഡ്രൈ ആയിട്ടുണ്ടാവും. അതിപ്പോ ഈ കാട്ടുതീ ഇതാകുന്നതുകൊണ്ട് അതെന്താക്കും ക്ലോസ് ചെയ്യുന്ന പറയുന്നത്. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ട്? ഇന്ന് നല്ല ക്ലൈമറ്റ് അല്ലേ? നല്ല ക്ലൈമറ്റ്. അതെ, ഇന്ന് നല്ല ക്ലൈമറ്റ് ചെന്നാഗിതല്ലേ? ഓക്കെ ഓക്കെ. എന്റെ അടുത്ത് തന്നെ നടന്നാൽ നിങ്ങൾ കാണൂല, സിറായിക്ക കുറച്ച് ഗ്യാപ്പിൽ നടന്നു. അവിടെ നിന്നോ, ഒരു വരട്ടെ, ബാക്കിലുള്ള വന്നോട്ടെ. ഓക്കെ, 5 കിലോമീറ്റർ അല്ലേ ജാബി? എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഉദ്ദേശിക്കുന്നതല്ല, മഞ്ഞായിട്ട് കിടക്കുന്നല്ലേ? അതെ അതെ. അപ്പോൾ ഇതൊരു ഫോഗ് ഇതാണ്. കുറച്ച് മേലെ കാര്യാൽ ഫ്ലൈറ്റിൽ നിന്ന് കാണുന്ന റിവ്യൂ ഇല്ല, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മേലെ കാര്യമൊക്കെ മനസ്സിലാവും എന്താണ്. അത് റിസ്ക് ഒന്നുമില്ല നടക്കാൻ. ഫാമിലി വരുന്നത് വളരെ കുറവാണ് ഇങ്ങോട്ട് കേട്ടോ. അയ്യോ അല്ലേ, എല്ലാവരും ഫാമിലി അല്ല, വല്ല ബാച്ചിലേഴ്സ് അങ്ങനത്തെ ടീമല്ലേ വരുന്നത്? ദാവൂക്ക പറയുന്നത് ഫാമിലി ഇവിടെ വരാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ദാവൂക്ക എന്താണെന്നറിയില്ല, ഒറ്റക്ക് തന്നെ വരണം. ഓഹോ, കോട കാണുന്നതിനനുസരിച്ചുള്ള തണുപ്പൊന്നുമില്ലേ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. രസം. ഓഹോ, ഏത് വൈബ് സ്രായിക്ക? ഇത് വന്ന് കുട്ടനാട് വൈബ്. ಮಳೆಗಾಲದಲ್ಲಿ ಜನ ಜಾಸ್ತಿ ಅಲ್ಲ. കല്ലും മുള്ളും നിറഞ്ഞ നഗരത്തിലൂടെ കുട്ടനാടൻ വൈബ്. ഇതേത് വൈബ്? പൊളി വൈബ്. ഫാമിലിനെ കൂട്ടി വരാനാവൂലല്ലേ ഇവിടെ? അത് കുറച്ച് റിസ്ക് അല്ലേ, വൻ റിസ്ക് അല്ലേ? അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാനല്ലേ നമ്മളിവിടെ വന്നേ? പ്രകൃതിയിൽ നിന്ന് തിരിച്ചു പോകാൻ സാധിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് റിസ്ക്കാണ്. കുട്ടികളിലാണ് തീർച്ചയായിട്ടും. അതെ അതെ, ന്യൂ കപ്പിൾസ് എല്ലാം ഓക്കെ, കുട്ടികളൊക്കെ കൂട്ടി റിസ്ക്കാണ്. ജാബിക്ക് വീഡിയോ എടുക്കണ്ട നമ്മള്.
പോകുന്ന വഴിക്ക് നല്ല അടിപൊളി. സോറി, ഇല്ല. നമ്മളെ അങ്ങനെ യാത്ര ചെയ്താ ചിറാപ്പുഞ്ചി ആയിക്കൊണ്ടിരിക്കും. നല്ല മഴ, ഏതാ ട്രക്കിങ്, നല്ല രസം, ഒരു മനസ്സിനൊരു നല്ല റീഫ്രഷ്മെന്റ് ആകുന്ന ഒരു സംഭവമാണ്. ജാബി, നമ്മളിവിടെ ജാബി ഉണ്ട്. ജാബി മലപ്പുറത്താണ്, പാണക്കാട്. ജാബി എന്ത് പറഞ്ഞു ഇങ്ങനെ യാത്ര ചെയ്യണ്ടേ? ഇങ്ങനെ നോക്ക്. അതെ ഇടക്കെല്ലാം വേണ്ട. നോക്ക് എന്താണ് ഇവിടെ. ജാബി ജാബി പെട്ടെ പെട്ടെ. പോകുന്ന വഴിക്ക് 2 വാട്ടർ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ഷൂ ഇട്ട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴ കൂടി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും നല്ലത് ചെരുപ്പ് തന്നെയാണ്. പോകുന്ന വഴിക്ക് മഴയും വാട്ടർ ക്രോസിംഗ് ഒക്കെ ആയിട്ട് അത് നനഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ട്രക്കിങ്ങിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നോക്ക്. പിന്നെ അരുവികളുണ്ട്, നല്ല ഒലിപ്പില്ല. ഇവിടെ കയറ് കെട്ടിയില്ല, അവിടെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റിസ്ക് ഒന്നുമില്ല. എന്നാലും ഷൂ ഇട്ട് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഷൂ കൈ പിടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ. ഏതാ പൊളി വൈബ്, പൊളി വൈബ്. കേക്കെല്ലാം കാണുന്നുണ്ടല്ലേ? ഇങ്ങോട്ടൊക്കെ ആവുക. 3 കാലമില്ലായില്ലേ? സലീം കാ നമുക്ക് ഇനിയും വേണം ഇവിടെ, അല്ലെങ്കിലും വേറെ. ഓക്കെ, ഓ ലൊക്കേഷൻ പരീക്ഷ. ഓക്കെ, ചെമ്പ്ര പീക്കെല്ലാം പോലത്തെ സ്ഥലം. ഓക്കെ, ഫജർ ക്ലബ്. ഞാൻ പറയുന്നേ ഫ്രണ്ട്സ് അവര് ഒരു ഫോട്ടോ എടുക്കണം നമുക്ക്. ജാബിയാണ് ഉള്ള ചെങ്ങായി, ആദ്യത്തെ ചെങ്ങായിക്കാരി, 1ാമത്തെ മുട്ട. ജാബിയേ ഇത് 1ാമത്തെ പുല്ലാട്ടാ. ഒരു തവണ പിന്നെ വർഷത്തിലാ മാറ്റിയാലോ? അല്ല മാറ്റിയാലോ? വിത്തങ്ങളൊക്കെ പോയിട്ടാ. പിറ്റാലും പോയി. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്നതാണിതാ സുവർഗം. ഓക്കെ, ഇവിടെയൊക്കെ കാണണ്ടേ സുഹൃത്തുക്കളെ? സ്ലൈക എവിടെ? ഓ ശരാസര. What is world? What is world? World. എവിടെ നീ എൻ്റെ കുന്താന്തരോ? ഇത് ഇതാട്ടോ നേത്രാവതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു മലേൻ്റെ ഒരു ഭാഗം മൊത്തം മഞ്ഞിക്കോട. ഇപ്പുറത്ത് പച്ചപ്പ്. ഏതാ മോനെ രസം. പക്ഷെ എന്നാ പൊങ്ങിയെന്നെല്ലാം പറയുമ്പോൾ കാണുന്നെല്ലാം പറഞ്ഞത് തന്നെ 0 ഫീറ്റ് ആണെന്നല്ല അർഷാക്ക് വന്നു പാക്കായത്.
അത് ക്ലിയർ ആണെങ്കിൽ അത് മറ്റേ സൗഹൃദപരമായി ഇരിക്കണം. മറ്റേ ഓക്കെ അല്ല? അപ്പോൾ വടി വേണം. വടി വേണം. വടി ഉണ്ടല്ലേ? നേതാവ് ഏറ്റവും എത്തിക്കൊണ്ടിരിക്കുന്നത് 500 ഫീറ്റ് നടക്കണ്ട. ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു ഈ ഒരു ഭാഗത്ത് കാണുന്ന ഫുള്ള് പോരാണ്ടില്ല. ഈ ഒരു ഭാഗത്ത് ക്ലിയർ പച്ച തന്നെയാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത. കാണാൻ നേരിട്ട് കാണുന്നതിന്റെ അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ കേട്ടാ. എന്നാലും ഈ ഒരു സീസൺ തന്നെ വരും. അല്ലാണ്ട് മഴത്ത് തന്നെ വരണം. അതിന്റെ ഒരു വൃത്തി. നല്ല ഗ്രിപ്പുള്ള ചെരുപ്പിട്ടാൽ മതി. കാരണം വെച്ചാൽ 3-4 തോടുകളിൽ കടന്നു വരാണ്ട് ഷൂ ആകുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നല്ല സൂപ്പർ എന്താ പറയുക, എല്ലാ ക്ലൈമറ്റും നമ്മൾ എന്താക്കിയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താ ഞാൻ പിന്നെ സൂപ്പർ അല്ലേ, വന്നേ മാത്രമല്ല അതാണ്. നീക്കണ്ട, ഒന്നൊന്നര വീഡിയോ എടുക്കണേ, നല്ല ടൈം എടുത്ത് തന്നെ വീഡിയോ ആക്കണേ. ഞാൻ ചുരുക്കണ്ട. നമുക്ക് എന്താക്കാം, ജാബിയെ നമുക്ക് കയ്യെല്ലാം തിരിക്കുമ്പോ ആടുന്നപ്പെടുന്ന വേനുണ്ട്. ടോപ്പിന്ന് നല്ല പുലാവ് വെജിറ്റബിൾ ബിരിയാണി. ഈ ടോപ്പിന്ന് പുലാവ് ഇതിന്റെ കണക്ക് എങ്ങനെയാണ് നല്ല അതിനൊരു ഭാഗ്യം വേണം. ഇത് ഗുണവാ ആശിക്കേ കഥച്ചാലെന്താ എല്ലാം കണ്ടിട്ട് കഥച്ചു കൂട്ടാൻ എന്താ പ്രശ്നം. നോക്ക് ഏത് സ്ഥലം മോനെ കാണ്ടിയല്ലോ. നമുക്ക് ചമ്പ്രാപ്പിക്ക് അതെങ്കിലും പോകണം. ഏതെങ്കിലും ഫജർ ക്ലബ് ടീം നമുക്ക് ഇൻഷാല്ലാ എന്തായാലും വരണേ. ഇവിടെ അല്ലെങ്കിൽ വേറെ ലൊക്കേഷൻ ഇൻഷാല്ലാ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനത്തെ. സകലേഷ്പൂർ പിന്നെ ചിക്കമംഗളൂർ തന്നെ വേറെയും ട്രക്കിങ്ങിൻ്റെ സ്ഥലമാണ്. അവിടെ നമുക്ക് പോകണം ഇൻഷാല്ലാ. മതി റീഫ്രഷ്മെൻറ്റ്. ഓക്കെ അതുപോലെ തന്നെ തായൂർസ്ഥാൻ വന്നിട്ട് നമുക്ക് മടിക്കേരി പോകാം. മടിക്കേരി ഓട്ടം വേണം. ആയിക്കോട്ടെ, ഓക്കെ സ്റ്റോപ്പ്. അന്ന് മാങ്ങ ജ്യൂസ് അടിച്ചിട്ടില്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഓപ്പൺ ആയിട്ട് വളരെ പറ്റും. മാങ്ങയില് പാലട്ടിക്കില്ല പിന്നെ ഒന്നും മഴയെ കണ്ട വലിയ കാറ്റ് ഒക്കെല്ലാം പറന്നു പോകുന്ന കാറ്റതാ. പറയാൻ പറ്റില്ല ആ കാറ്റ്. അപ്പൊ നമ്മൾ വേറെ ഭക്ഷണം കഴിച്ചു. ഇപ്പൊ താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാറ്. അപ്പൊ ഈ ട്രക്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഇറക്കാണ്, കാറ്റത്താടോട്ട്. നമ്മളോട് ജാബിയുണ്ട്, ഹീലുള്ള സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, കൂടുതൽ പ്രൊഫൈൽ ഞാൻ പറയുന്നില്ല. പിന്നെ ജാബി എന്താ പറയുന്നത്, ഇറക്കം നമ്മൾ ശ്രദ്ധിക്കണ്ട. ഇറക്കത്തെ കുറിച്ച് എന്താ പറയണ്ട, ഇറക്കത്തിലാവും കൂടുതൽ ഇഞ്ചുറി എത്തിയ. അതെ, നല്ല സ്ലോ ആക്കി ഇറക്കണ്ടല്ല, ഇറക്കം ഓടിയിട്ട് ഇറങ്ങാൻ പാടില്ലല്ലേ. അതെ, അപ്പൊ ഇറക്കി ട്രക്കിങ്ങിന്റെ അല്ലോ. അപ്പൊ അടുത്ത പോകണമെങ്കിൽ സ്ലോ ആക്കിയാലും നന്നാവും ഈ ഇറക്കത്തിന്റെ കാര്യം. ഞാൻ പറയുന്ന ഓടി ഇറങ്ങണം. അതിറങ്ങി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ചിലപ്പോ 1 മില്യണിലെ വകുപ്പുണ്ടാവും. ഇപ്പൊ സമയം 3:15 നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്താ പറയാ,
1.5 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടാവില്ല നടക്കാൻ. 2 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് എന്താണ് നടക്കാൻ? അത് അധികം വിശ്രമിക്കൊന്നും ചെയ്യാണ്ട് ഫോട്ടോ നിൽക്കാണ്ട് ഒരു ഓൺ ആവറേജ് പോകുന്നതാണെങ്കിൽ റിസ്ക് ഇല്ല. പറ്റെങ്കിൽ അങ്ങനെ ഗൈസ് നമ്മൾ റിട്ടേൺ പോവുകയാണ്. 5 മണിക്ക് റൂമിൽ വീണ്ടും കയറി ഒന്ന് ഫ്രഷായി നിസ്കരിച്ചു. ഇപ്പോൾ കളസ 5:30 ആയി. ഇപ്പോൾ കളസയിൽ നിന്ന് ഹസൻ റോഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് അത്ര വലിയ പോരാ, എന്നാലും വലിയ പ്രശ്നമില്ല. ഓക്കെ, ഓക്കെ.